വെൽക്കം ടു ഡേ 2 ഇംഗ്ലീഷ് ക്ലാസ്സസ്. എക്സാമിന്റെ ഡേറ്റ് വന്നു അല്ലേ? ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. ഇന്ന് ചേർത്ത് only 17 more days. 18th ഡേ എക്സാം ആണ്. ഇനിയുള്ള വീക്ക് ഡേയ്സ് മാത്രം പഠിച്ച് ഇംഗ്ലീഷ് സെഷൻ മാക്സിമം നന്നായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലാക്കുക എന്നാണ് ഈ സെഷൻ കൊണ്ട് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഡേ 1 നമ്മൾ ഇന്നലെ കണ്ടതാണ്. ടോപ്പിക് 1ഉം 2ഉം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരുന്നു ഫസ്റ്റ് ടോപ്പിക്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇതിന്റെ നോട്ട്സ് എഴുതി പഠിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നോട്ട്സ് എഴുതിയെങ്കിൽ രണ്ട് ഉപയോഗം കൂടെ ഉണ്ട്. ഒന്ന് ഓർമ്മശക്തി കൂടുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാൻ പെട്ടെന്ന് പറ്റുകയും ചെയ്യും. അഥവാ നിങ്ങൾക്ക് നോട്ട് റൈറ്റിങ്ങിന് സമയം തീരെ ഇല്ല എങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ കണ്ടാലും മതി. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുക എന്നുള്ളത് യാത്ര ചെയ്യുമ്പോഴും കഴിയുമല്ലോ. അപ്പോൾ വെറുതെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് അതൊന്ന് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ബൈ ഹാർട്ട് ആയിക്കോളും. അപ്പോൾ അതാണ് ഞാൻ ഈ റീവിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട്സ് എഴുതിയവരാണെങ്കിൽ റിവൈസ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും ആണ്. ഇന്നലെ നമ്മൾ സിമ്പിൾ പ്രസന്റ് പഠിച്ചതുകൊണ്ട് അത് മനസ്സിലായവർക്ക് ആണെങ്കിൽ ഇന്ന് ഇത് രണ്ടും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ടോപ്പ് 2 എന്ന് പറയുന്നത് ഇന്നത്തെ ഡേയിൽ ടോപ്പിക് 2 എന്ന് പറയുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരെണ്ണം എക്സാമ്പിൾ പറഞ്ഞത്, അതായത് ഹാപ്പനിങ് എവറി സെക്കൻഡ് ഇയർ, അതിനൊരു വൺ വേർഡ് ബൈനിയൽ. വേറൊരു ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ എ കളക്ഷൻ ഓഫ് പോംസ്, ആന്തോളജി, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ട്. അതിന്റെ ഒരു പ്ലേലിസ്റ്റ് ഈ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അതിൽ ആ സെറ്റിൽ 3 വീഡിയോസ് ആണ് ഉള്ളത്. അത് ഓർഡറിൽ തന്നെ കാണുക. സെറ്റ് 1ലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ ആൻസർ കണ്ടെത്തേണ്ടതെന്നും ഉണ്ട്. കുറച്ച് വേർഡ്സും ഉണ്ട്. 2ഉം 3ഉം കുറെ കൂടെ വേർഡ്സ് ഉണ്ട്. പിന്നെ ഓരോ വീഡിയോയുടെയും താഴെ നിങ്ങൾക്ക് ആ വീഡിയോയുടെ PDF വേർഡ്സിന്റെ PDF അതോ മറ്റേതിന്റെ വേണമെങ്കിലും നിങ്ങളുടെ മെയിൽ ID ചേർത്ത് കമന്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ അയച്ചു തരാം. അതിനൊന്നും ഒരു പ്രയാസമില്ല. അപ്പൊ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആ ഓർഡറിൽ തന്നെ കാണുക. ഞാൻ ഓർഡറിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമ്മൾ ഈ സെഷൻ കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് കവർ ദ ടോപ്പിക്സ് വിതിൻ 15 ഡേയ്സ്. ഒരു 15 ഡേയ്സിനുള്ളിൽ തന്നെ ഇത് മൊത്തം ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ഹെൽപ്പും കൂടെ വേണം. ഫോളോ ഓൾ ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ. പിന്നെന്താണ്, നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഞാനല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ തനിയെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഒരു സമയവും കളയാതെ നല്ലോണം പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ അതുപോലെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഞാൻ ഇന്നലത്തോടെ നിർത്തണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ കമന്റ് ബോക്സിൽ കണ്ട ഒരു കമന്റ് ആണ് എന്നെ ഇതിനു വേണ്ടി ഇൻസ്പിറേഷൻ തന്നത്. അതായത് ഇനിയുള്ള ടോപ്പിക്സും കൂടെ ഒന്ന് ഇടണേ എന്നുള്ള കമന്റ്. അപ്പൊ ഞാൻ വെറുതെ സമയം കളയാതെ നിങ്ങൾ ഉടനെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യൂ. ടോപ്പിക് 1ഉം 2ഉം സെഷൻസ് വാച്ച് ചെയ്ത് മുന്നേറും. ഉറപ്പായും നിങ്ങൾ വിജയിക്കും. താങ്ക് യു.